നെക്സ്റ്റ് നമുക്ക് മോർ ദാൻ ഉജൈവ് ലെസ് ദാൻ ഉജൈവ് എങ്ങനെ വരക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇൻ്റർവെല് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെയും മോർ ദാൻ ഉജൈവും ഇവിടെ ലെസ് ദാൻ ഉജൈവും ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മോർ ദാൻ ഉജൈവാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മോർ ദാൻ ഉജൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ മോർ ദാൻ ഉജൈവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ താഴ്ന്ന പരിധിയാണ് എടുക്കുകയുള്ളൂ. മോർ ദാൻ ഉജൈവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ താഴ്ന്ന പരിധിയാണ് ആദ്യം എടുക്കുകയുള്ളൂ. അപ്പോൾ 0, 10, 20, 30, 40. ഇതിൻ്റെ അർത്ഥം എന്താ? 0-ത്തേക്കാൾ കൂടുതൽ. 0-നും 10-നും ഇടയ്ക്കുള്ളതാണ് 20. അപ്പോൾ ഈ 20 പേരും 0-ത്തേക്കാൾ കൂടുതൽ മാർക്കുള്ളവരാണ്. ഇവർ 10ഉം 20ഉം ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവരും 0-ത്തേക്കാൾ മാർക്ക് കൂടുതലുള്ളവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 0-ത്തേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും 0-ത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യണം. അതാണ് 110. അപ്പോൾ താഴ്ന്ന പരിധി എടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? 0-ത്തേക്കാൾ കൂടുതൽ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും 0-ത്തേക്കാൾ കൂടുതൽ മാർക്കുള്ളവരാണ്. അപ്പോൾ 0-ത്തേക്കാൾ കൂടുതൽ ഇവരുടെ എല്ലാവരുടെയും ടോട്ടൽ 110 പേര്. അടുത്ത എന്താ? 10 മോർ ദാൻ ഉജൈവാണ്. അപ്പോൾ 10-നേക്കാൾ കൂടുതൽ മാർക്കുള്ളവർ. 10-നേക്കാൾ കൂടുതൽ മാർക്കുള്ളവരെന്ന് പറയുമ്പോൾ ഇവർ ഈ ഒരു ഗ്യാങ് 10 വരെ മാർക്ക് കിട്ടിയവരാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 110 നിന്ന് 20 കുറയ്ക്കണം. അപ്പോൾ 90 കിട്ടും. അടുത്തത് 20-നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയവർ, 20 മാർക്കിൽ കൂടുതൽ കിട്ടിയവർ. 20 മാർക്കിൽ കൂടുതൽ കിട്ടിയവരെന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു ഗ്യാങ് 20 വരെ മാർക്ക് കിട്ടിയവരാണ് ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 20-നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയവരുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 90-ൽ നിന്ന് ഈ 30 കുറയ്ക്കണം. അപ്പോൾ ഇത് കിട്ടും. ഇനി 30-നേക്കാൾ കൂടുതലുള്ളവരെന്ന് പറയുമ്പോൾ എന്താ? ഈ 60-ൽ നിന്ന് ഈ 35 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 25 കിട്ടും. ഇനി 40-നേക്കാൾ കൂടുതൽ മാർക്കുള്ളവരെന്ന് പറയുമ്പോൾ എന്താണ്? ഈ 25-ൽ നിന്ന് ഈ 15 കുറയ്ക്കണം. അപ്പോൾ ഈ 10. ഈ ലാസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ സെയിം ആയിരിക്കും. ഇതാണ് മോർ ദാൻ ഉജൈവ്. അടുത്തത് ലെസ് ദാൻ ഉജൈവാണ്. ലെസ് ദാൻ ഉജൈവ് എങ്ങനെയാണ്? നമ്മൾ ഉയർന്ന പരിധിയാണ് എടുക്കണത്. 10, 20, 30, 40, 50. അപ്പോൾ ഉയർന്ന പരിധി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഓരോന്ന് ഇങ്ങനെ കുറച്ചല്ലേ വന്നേ. ഇവിടെ അങ്ങനെയല്ല ചെയ്യണത്. 10 ഇവിടെ 10 വരെ മാർക്ക് കിട്ടിയവരാണ് ഈ 20 പേര്. അടുത്തതോ 20-നേക്കാൾ കുറവെന്ന് പറയുമ്പോൾ ഇവർ 2 കൂട്ടർ 20-നേക്കാൾ കുറവാണ്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി 50. കാരണം ഇത് ലെസ് ദാൻ ഉജൈവാണ്. 10-ൽ കുറവുള്ളവർ 0 to 10 വന്നെ 20 പേര്. 20-ൽ കുറവുള്ളവർ ആരൊക്കെയാണ്? ഇവരും വരും. കാരണം ഇവർ 10 തുടങ്ങി 20 വരെ മാർക്കുള്ളവരാണ്. അപ്പോൾ 20-ൽ കുറവുള്ളവർ വരും, 10-ൽ കുറവുള്ളവരും ഈ 20-ൽ കുറവുള്ളവരും തന്നെയാണ്. അപ്പോൾ അതിനകത്ത് 50 വരും. അങ്ങനെ നമ്മൾ ലെസ് ദാൻ ഉജൈവ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് പോകണം. ഗ്രേറ്റർ ദാൻ മോർ ദാൻ ഉജൈവ് നമ്മൾ എന്ത് ചെയ്തേ? ഓരോന്നിൽ നിന്ന് അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി കുറച്ച് വന്നു. പക്ഷേ ലെസ് ദാൻ ഫ്രീക്വൻസിയിൽ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് വരണം. കാരണം ലെസ് ദാനിൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നുകൂടി ഞാൻ പറയാം. 10 മാർക്കിൽ കുറവുള്ളവരെന്ന് പറയുമ്പോൾ ഈ ഗ്യാങ്ങിൽ പെട്ടവരാണ്. അവർ 20 പേരാണ് 10 മാർക്കിൽ കുറവുള്ളവർ. അപ്പോൾ നമ്മൾ 20 എഴുതി. അടുത്തത് 20 മാർക്കിൽ കുറവുള്ളവരാണ്. ലെസ് ദാനാണ്. അപ്പോൾ കുറവുള്ളവരാണ് നോക്കണേ. 20 മാർക്കിൽ കുറവുള്ളവരെന്ന് പറയുമ്പോൾ ഈ ഗ്യാങ്ങും 20 മാർക്കിൽ കുറവുള്ളവരാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി 50 എഴുതി. ഇനി 30 മാർക്കിൽ കുറവുള്ളവരെന്ന് പറയുമ്പോൾ ഈ ഗ്യാങ് 30 വരെ മാർക്കുള്ളവരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്യാങ്ങും ഈ 3 കൂട്ടരും 30-ൽ കുറവുള്ളവരാണ്. അപ്പോൾ നമ്മൾ കൂട്ടി എഴുതണം. 50-ൻ്റെ ഒപ്പം 35 കൂട്ടി 85. അടുത്തത് 85-ൻ്റെ ഒപ്പം 15 കൂട്ടി 100. 100-ൻ്റെ ഒപ്പം 10 കൂട്ടി 110. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോർ ദാൻ ഉജൈവും ലെസ് ദാൻ ഉജൈവും കണ്ടുപിടിക്കുക. മോർ ദാൻ ആവൃത്തിയും ലെസ് ദാൻ ആവൃത്തിയും കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? മോർ ദാനും ലെസ് ദാനും അടയാളപ്പെടുത്തണം. അപ്പോൾ ഞാനിവിടെ 20, 40, 60, 80, 100, 120 ഇട്ടിട്ടുണ്ട്. ഇവിടെ 10, 20, 30, 40, 50, 60 അതും കിടക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ അടയാളപ്പെടുത്താൻ പോവാണ്. മോർ ദാൻ ആവൃത്തി മോളിൽ നിന്ന് തുടങ്ങണം. ഇങ്ങനെ ഓർത്താൽ മതി. മോർ ദാൻ ആവൃത്തി നമ്മൾ മോളിൽ നിന്ന് പ്ലോട്ട് ചെയ്യും. ലെസ് ദാൻ ആവൃത്തി നമ്മൾ ഇവിടെ നിന്ന് താഴെ നിന്ന് പ്ലോട്ട് ചെയ്യും. അപ്പോൾ മോർ ദാൻ 0-നേക്കാൾ കൂടുതൽ എത്ര പേരുണ്ട്? 110 പേര്. അപ്പോൾ 0-യുടെ അവിടെ നിന്ന് എവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യും? 100-നും 120-നും ഇടയ്ക്കായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത്. അടുത്തത് 10 എത്രയാണ്? 90.
അപ്പോൾ 10ൻ്റെ നേരെ നമ്മുടെ 90യുടെ ഇവിടെ, അതായത് 80നും 100നും ഇടയ്ക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്ത്. അടുത്തത് 20 60ആണ്. 20യുടെ നേരെ ഇവിടെ 60ൻ്റെ അവിടെ പ്ലോട്ട് ചെയ്ത്. കണ്ട. അടുത്തത് എന്താണ്? 25 ആണ് 30ൻ്റെ നേരെ. അപ്പോൾ 30ൻ്റെ നേരെ 20നും 20ൻ്റെ ഇത് ഇവിടെ വരും, കാരണം ഇത് 30ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും, അത് പ്ലോട്ട് ചെയ്ത്. ഇനി 40ൻ്റെ നേരെ എന്തുവാ? 10ആണ്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്ത്. എന്നിട്ട് ആ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്ത് വരച്ച് ഇവിടെ വരെ മുട്ടിക്കണം. ഇതുപോലെ തന്നെ ഈ ലെസ് ദാൻ ആദ്യം 20ആണ്. അപ്പോൾ 0 ഇവിടെ 0-ലല്ലല്ലോ തുടങ്ങണേ, നമ്മൾ 10-ൽ തുടങ്ങണേ. അപ്പോൾ 20ൻ്റെ നേരെ നമ്മൾ 10ൻ്റെ നേരെ നമ്മൾ 20 മാർക്ക് ചെയ്തു. 20ൻ്റെ നേരെ നമ്മൾ 50 മാർക്ക് ചെയ്തു. അതേപോലെ 30ൻ്റെ നേരെ നമ്മൾ 85 മാർക്ക് ചെയ്തു. 40ൻ്റെ നേരെ നമ്മൾ 100 മാർക്ക് ചെയ്തു. 50ൻ്റെ നേരെ നമ്മൾ 110 മാർക്ക് ചെയ്തു. അങ്ങനെ വന്നിട്ട് നമ്മൾ ഈ 0യിൽ നിന്നായിരിക്കണം ഇങ്ങനെ ആ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂട്ടിമുട്ടണ ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് വരയ്ക്കണതാണ് മീഡിയൻ. ഇത് രണ്ടും കൂട്ടിമുട്ടണ ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നതാണ് മീഡിയൻ. ഏതാണ്ട് 20ൻ്റെ ഇപ്പുറത്ത് വന്നപ്പോൾ 21 പോയിന്റ് സംതിങ് ആയിരിക്കും വരണത്. നിങ്ങളിത് ഇക്വേഷൻ ഇട്ട്, അതായത് L1 + n/2 - CF/F × C എന്നുള്ള ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോഴും നമുക്ക് 21 സംതിങ് ആണ് ആൻസർ കിട്ടണത്. ഓക്കെ, താങ്ക് യു.